പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി. പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശിനികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി ചെന്താമര കൊലപാതകങ്ങൾ നടത്തിയത്. കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി സമീപത്തെ മലയിലും തമിഴ്നാട് തിരുപ്പൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇന്ന് രാവിലെ 9:30ഓടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ നടന്നത്. ക്ഷേമനിധിയിൽ പണമടയ്ക്കുന്നതിനായി നെന്മാറയിൽ നിൽക്കുന്ന മകൾ അഖിലയുടെ അടുത്തേക്ക് സ്കൂട്ടറിൽ പോയതായിരുന്നു സുധാകരൻ. എന്നാൽ വീട്ടിൽ നിന്നും ഇറങ്ങി 20 മീറ്റർ പിന്നിട്ടപ്പോഴേക്കും സ്കൂട്ടറിന് മുന്നിൽ കൊടുവാളുമായി ചാടി വീണ ചെന്താമര സുധാകരന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടി വീഴ്ത്തി. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ലക്ഷ്മിക്ക് ജീവനുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. അവിടുത്തെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് വീണ് കിടക്കണമെന്നിട്ട് വിളിച്ചത്. വണ്ടിയിൽ നിന്ന് വീണ് കിടക്കിട്ട് നിങ്ങൾ വീടിന്റെ വെളിയിലായിരുന്നു, റോഡിലായിരുന്നു. അപ്പോൾ വണ്ടിയും കൊണ്ട് ഞാൻ ബൈക്കും കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഒരാളെ ഉള്ളടി മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ കണ്ടു. ആ സുധാരൻ പറയുന്ന ആളുടെ കൈയൊക്കെ വെട്ടി മുറിഞ്ഞിട്ട് കിടക്കണം നിലയിലായിരുന്നു. ഈ അമ്മ പെടഞ്ഞു കിടക്കണ്ടായിരുന്നു. ആശുപത്രിയിൽ അമ്മനെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. അമ്മ മരിച്ചു, ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചു. പരിക്ക് കഴുത്തില്. സുധാകരന്റെ കുടുംബവുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. ഭാര്യയും കുടുംബവുമായി അകന്നു കഴിയുന്ന പ്രതി തന്റെ കുടുംബ ബന്ധം തകരാൻ കാരണം 2019 കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സ്മിതയും പ്രദേശത്തെ ചില സ്ത്രീകളുമാണെന്നാണ് കരുതുന്നത്. ഇതിന്റെ പേരിൽ ആദ്യം സ്മിതയെ കൊലപ്പെടുത്തി. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പ്രദേശവാസികളെ പ്രതി തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതി വീട്ടിൽ താമസിച്ചിരുന്നത്. സുധാകരൻ പറഞ്ഞ ആളോട് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അമ്മനെ നമ്മുടെ കൂട്ടുകാരനാണ്, എല്ലാവരും കൂടിയിട്ടാണ് ആംബുലൻസിൽ. മരിച്ചിട്ടില്ല, അമ്മ മരിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ജീവനുണ്ടല്ലെന്നുള്ള എല്ലാം കൊണ്ടുവരുന്നു. നെന്മാറ എത്തുമ്പോഴേക്ക് സംഗതി നല്ല വെട്ടാണ്. ഞങ്ങൾ പോകുമ്പോൾ സുധാകരൻ വെട്ടേറ്റ് മരിച്ചു കിടക്കണം. അമ്മ കുറച്ച് ജീവനുണ്ടായിരുന്നു. അപ്പൊ അമ്മനെ എടുത്ത് ഞങ്ങൾ ആംബുലൻസിൽ അത് അടുത്ത് തന്നെ കിടക്കണ്ടായിരുന്നു. ഇയാൾ മരിച്ചു കിടക്കണതിന്റെ തൊട്ടടുത്ത് തന്നെ അമ്മയും കിടക്കട്ടെ, വീട്ടിന്റെ ഉമ്മർ തന്നെ. ഏകദേശം ഒരു 10 മണിയുണ്ടാവും. കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കൊലയ്ക്ക് ഉപയോഗിച്ച കൊടുവാൾ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 2019 കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ കഴിഞ്ഞ മല കേന്ദ്രീകരിച്ചും തമിഴ്നാട് തിരുപ്പൂര് കേന്ദ്രീകരിച്ചുമാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ജനം, പാലക്കാട്.